മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മലയാള അക്ഷരമാലയിലെ 6ാമത്തെ അക്ഷരത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എന്റെ കൂടെ ഞാൻ പഠിച്ച എല്ലാ അക്ഷരങ്ങളും പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ അടുത്ത അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അക്ഷരത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ ചെറിയ മക്കളൊക്കെ ഉപയോഗിക്കുന്ന തൊപ്പി കണ്ടിട്ടില്ലേ? അതായത് ഇവിടെ തൊപ്പി ഉണ്ടാവും, ഒരു വള്ളി പോലെ ഇങ്ങനെ നമ്മൾ താടയിലൂടെ ഇടുന്ന ഒരു തരം തൊപ്പി. ആ തൊപ്പി നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എങ്ങനെയാണ് തൊപ്പി? കുഞ്ഞു മക്കളൊക്കെ ഇടുന്ന വളരെ കളർഫുൾ ആയിട്ടുള്ള തൊപ്പി. അതിനൊരു വള്ളി ഉണ്ടാവും അല്ലേ? ചെറിയ വള്ളി ഉണ്ടാവും, വലിയ വള്ളി ഉണ്ടാവും, കുഞ്ഞു തൊപ്പി ഉണ്ടാവും, വലിയ തൊപ്പി ഉണ്ടാവും. ഇപ്പൊ മനസ്സ് നിറയെ ഒരുപാട് തൊപ്പികൾ വന്നില്ലേ? ഇതിൽ നിന്ന് ഒരു തൊപ്പി എടുത്ത് നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു നോക്കാം. അക്ഷരം ഇതാണ് വാ. ഏതാണ് അക്ഷരം? വാ. ഒരു വലിയ തൊപ്പി ഉണ്ടെന്ന് കരുതുക. എങ്ങനെ? ഒരു വലിയ തൊപ്പി ഉണ്ടെന്ന് കരുതുക. പക്ഷേ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതിന് കുഞ്ഞു വാലാണ്. എങ്ങനെയാണ്? അതിന് കുഞ്ഞു വാലാണ്. വലിയ തൊപ്പിക്ക് കുഞ്ഞു വാല്. ഇത് എങ്ങനെ അക്ഷരാക്കി മാറ്റാൻ നമുക്ക് നോക്കിയാലോ? എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കിയാലോ? നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള തൊപ്പി കണ്ടിട്ടില്ലേ? ഇതാ ഇങ്ങനെ തൊപ്പി ഉണ്ടാവും. എന്നിട്ട് കുഞ്ഞു മക്കളുടെ തലയിലാണ് ഇത് ഇടുക കേട്ടോ. അധികവും ഇങ്ങനെ പൂ പോലെ ആയിരിക്കും അതിൻ്റെ ചുറ്റും. ഇങ്ങനത്തെ തൊപ്പി കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ തൊപ്പിക്ക് ഇങ്ങനെ ഒരു വാലും ഉണ്ടാവും. നമ്മളുടെ താടഭാഗത്തിലൂടെ ഇടാൻ പറ്റുന്ന ഒരു വാല്. ഇങ്ങനത്തെ തൊപ്പി കണ്ടിട്ടില്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വാ എന്ന അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. വലിയ വാലുള്ള തൊപ്പിയല്ല നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, ചെറിയ വാലുള്ള വലിയ തൊപ്പി. അതിപ്പോൾ എങ്ങനെയാ? വലിയ തൊപ്പി എന്ന് പറഞ്ഞാൽ വലിയ റ. അതിന് ഒരു കുഞ്ഞു വാലാണ്. ആ വാലുത ഇങ്ങനെ എടുക്കുക, മേലോട്ട് പൊന്തിക്കുക. എങ്ങനെയാണ്? ഒരു വലിയ തൊപ്പി, അതിനൊരു ചെറിയ വാലാണെന്ന് കരുതുക. അപ്പം നമ്മളുടെ അക്ഷരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു തൊപ്പി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ആ തൊപ്പിയുടെ ദാ ഈ അറ്റം അങ്ങോട്ട് പൊട്ടിപ്പോയി. ഈ അറ്റം അങ്ങനെ പൊട്ടിപ്പോയപ്പോഴാട്ടോ ഈ തൊപ്പിക്കൊരു വാല് പോലെ ഇത് കിട്ടിയത്. അപ്പോൾ നമ്മളിതാ എഴുതിയിട്ടുണ്ട് നമ്മുടെ അക്ഷരം വാ. വലിയ റായ്ക്ക് കുഞ്ഞു വാല്. അതാണ് നമ്മുടെ അക്ഷരം വാ. ഇനി ഇത് മോളെ കൊണ്ടൊന്ന് എഴുതിപ്പിച്ചാലോ? മോളൊന്ന് എഴുതിക്കേ. അയ്യോതാ, ഇത് ശരിയായില്ല. എങ്ങനെയാണ്? ഇത് കുഞ്ഞു തൊപ്പിയായുള്ളല്ലോ. കുഞ്ഞു തൊപ്പിക്ക് വലിയ വാല്. ഇത് നമ്മളെ മലയാള അക്ഷരമാലയിലെ വേറൊരു അക്ഷരമാണ്. ആ അക്ഷരവും ഇതും കൂടി എപ്പോഴും മാറും. ഈ അക്ഷരത്തിൻ്റെ പേര് പാ എന്നാണ്. നമുക്ക് പഠിക്കേണ്ടത് വാ ആണ്. ശ്രദ്ധിച്ചെഴുതണം. വലിയ റായ്ക്ക് കുഞ്ഞു വാല്. ഒരിക്കൽ കൂടി ഒന്ന് എഴുതി നോക്കിക്കേ. നന്നായിട്ടുണ്ട്. ഒന്നുകൂടി മേലോട്ട് കൊണ്ടുപോകണം. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ശരി. അപ്പോൾ 6ാമത്തെ അക്ഷരവും നമ്മൾ വിജയകരമായിട്ട്